പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഇന്ന് ജൂൺ 20 ശനിയാഴ്ച. 1 ശമൂവേൽ 18 അധ്യായം 14 വാക്യം. ദാവീദ് തൻ്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു, യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. ജീവിതയാത്രയിൽ നാം പലപ്പോഴും വിജയത്തിൻ്റെ രഹസ്യം എന്താണെന്ന് അന്വേഷിക്കാറുണ്ട്. ചിലർ കഴിവുകളിലാണ് അതിൻ്റെ ഉത്തരമെന്ന് കരുതുന്നു. ചിലർ വിദ്യാഭ്യാസത്തിലും സമ്പത്തിലും സ്ഥാനമാനങ്ങളിലും. എന്നാൽ ദാവീദിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊന്ന്. അവൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരുന്നത് ഒരു വാളിൻ്റെ മൂർച്ചയല്ല, ഒരു സൈന്യത്തിൻ്റെ ശക്തിയല്ല, മറിച്ച് യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു എന്ന അത്ഭുത സത്യമായിരുന്നു. ദാവീദ് കൊട്ടാരത്തിലായാലും യുദ്ധഭൂമിയിലായാലും പ്രതികൂലങ്ങളുടെ നടുവിലായാലും ഒരേ നിലപാടിലായിരുന്നു. അവൻ തൻ്റെ വഴികളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു. അതുകൊണ്ടാണ് അവൻ്റെ ഓരോ ചുവടിലും ദൈവിക ജ്ഞാനത്തിൻ്റെ പ്രകാശം തെളിഞ്ഞത്. മനുഷ്യർ അവനൊരു യുവാവിനെ കണ്ടു, എന്നാൽ ദൈവം അവനിൽ തൻ്റെ ഹൃദയത്തോട് ചേർന്ന ഒരു ദാസനെ കണ്ടു. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം ഏറെ മനോഹരമാണ്. ദാവീദിൻ്റെ പ്രശസ്തി ഉയർന്നപ്പോൾ ശൗലിൻ്റെ അസൂയ വർദ്ധിച്ചു. ശൗൽ അവനെ പല വിധത്തിൽ തകർക്കാൻ ശ്രമിച്ചു. എന്നാൽ ശത്രുവിൻ്റെ ഗൂഢാലോചനകൾക്കിടയിലും ദാവീദ് തളർന്നില്ല. കാരണം അവൻ മനുഷ്യരുടെ അനുകൂലതയിൽ ആശ്രയിച്ചിരുന്നില്ല, ദൈവ സാന്നിധ്യത്തിൽ അവൻ ആശ്രയിച്ചു. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ശൗലിനെ പോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. നമ്മെ തെറ്റിദ്ധരിക്കുന്നവരും നമ്മിൽ അസൂയപ്പെടുന്നവരും വഴിമുടക്കുന്നവരും ഒക്കെ ഉണ്ടായേക്കാം. ചിലപ്പോൾ നാം ചെയ്ത നന്മകൾക്ക് പോലും അംഗീകാരം ലഭിക്കാതെ ഇരിക്കാം. എന്നാൽ ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ മനുഷ്യരുടെ എതിർപ്പുകൾ നമ്മുടെ വിധിയെ നിർണയിക്കുകയില്ല. കടലിൻ്റെ നടുവിൽ കൊടുങ്കാറ്റുയരുമ്പോൾ ഒരു കപ്പലിനെ സുരക്ഷിതമാക്കുന്നത് തിരമാലകളുടെ ശാന്തതയല്ല, അതിൻ്റെ നങ്കൂരമല്ലേ. അതുപോലെ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകളിൽ നമ്മെ നിലനിർത്തുന്നത് പ്രശ്നങ്ങളുടെ അഭാവമല്ല, ദൈവ സാന്നിധ്യത്തിൻ്റെ ഉറപ്പാണ്. ദാവീദിൻ്റെ മഹത്വം അവൻ ഗോലിയാത്തിനെ വീഴ്ത്തിയതിലല്ല, അതിലുപരി ഗോലിയാത്തിനെ വീഴ്ത്തിയതിന് ശേഷവും ദൈവത്തോടുള്ള അവൻ്റെ ആശ്രയം നഷ്ടപ്പെടുത്താതിരുന്നതിലാണ്. വിജയത്തിന് ശേഷവും വിനയത്തോടെ ആയിരിക്കുകയും പ്രതിസന്ധികളിലും വിശ്വാസത്തോടെ നിലകൊള്ളുകയും ചെയ്തതുകൊണ്ടാണ് ദൈവം അവനെ കൂടുതൽ ഉയർത്തിയത്. ഇന്ന് ദൈവം നമ്മോടും ഒരു ചോദ്യം ചോദിക്കുന്നു. നാം ദൈവ സാന്നിധ്യത്തെ എല്ലാറ്റിനും മുകളിലായി വിലമതിക്കുന്നുണ്ട്. കാരണം ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ ചെറിയ അവസരങ്ങളിൽ പോലും ദൈവം അനുഗ്രഹങ്ങളെ നൽകും. അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും. മനുഷ്യർ കാണാത്ത വഴികൾ ദൈവം ഒരുക്കും. ജീവിതത്തിൻ്റെ യഥാർത്ഥ വിജയം കൂടുതൽ സമ്പത്തോ പ്രശസ്തിയോ നേടുന്നതിലല്ല, ദൈവം നമ്മോടുകൂടെ ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അവൻ്റെ സാന്നിധ്യം നമ്മുടെ വഴികാട്ടിയായാൽ നാം എവിടെയായാലും ജ്ഞാനത്തോടെ നടക്കും. ഏത് സാഹചര്യത്തിലായാലും കൃപയിൽ നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, വിജയങ്ങളെക്കാൾ നിന്റെ സാന്നിധ്യത്തെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അനുഗ്രഹങ്ങളെക്കാൾ അനുഗ്രഹദായകനെ ഞങ്ങൾ നേടുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ചുവടിലും നീ ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ. അപ്പോൾ ഞങ്ങളുടെ വഴികൾ നിന്റെ ജ്ഞാനത്താൽ നയിക്കപ്പെടുകയും ജീവിതം നിന്റെ മഹത്വത്തിനായി ഫലപ്രദമാവുകയും ചെയ്യണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.